ഇടുക്കി തൊടുപുഴയിൽ അമ്മയെ മകൻ തലക്കടിച്ചു കൊലപ്പെടുത്തി. തൊടുപുഴ ഇടവെട്ടി മയിലാടുംപാറയിൽ തറപ്പേൽ വീട്ടിൽ റേച്ചലാണ് മരിച്ചത്. മകൻ ലിജോയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിജോ സ്ഥിരം മദ്യപാനിയാണെന്നും പോലീസ് പറഞ്ഞു. വൈകുന്നേരമായിട്ടും റേച്ചലിനെ വീടിന് പുറത്തു കാണാതിരുന്നതോടെ സമീപത്ത് താമസിക്കുന്ന സഹോദരി ഷൈനി വീട്ടിലെത്തി നോക്കുമ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഷൈനി നാട്ടുകാരെയും തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. വൈകുന്നേരത്തോടെ ലിജോ വീട്ടിൽ നിന്ന് പോകുന്നത് കണ്ടതായും പരിസരവാസികൾ പറഞ്ഞു. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ലിജോയെ തൊടുപുഴ മാർക്കറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ലിജോ കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ലിജോ മുമ്പും അമ്മയുമായി വഴക്കുണ്ടാക്കിയതായി വിവരമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഓട്ടോറിക്ഷ ഡ്രൈവറുമായും കലഹമുണ്ടാക്കിയിരുന്നു. നാട്ടുകാരുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല ലിജോ. റേച്ചൽ വർഷങ്ങളായി എറണാകുളത്ത് ഹോം നേഴ്സായി ജോലി ചെയ്യുകയാണ്. ഇതാണ് കുടുംബത്തിന്റെ ഏക വരുമാനവും. കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തിയ റേച്ചൽ അറയ്ക്കപ്പാറയിലുള്ള സഹോദരൻ ഈട്ടിക്കൽ ജോണിന്റെ വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് ആലപ്പുഴയിൽ ധ്യാനത്തിൽ പോയി. ഞായറാഴ്ച രാത്രിയാണ് തിരികെ എത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് മയിലാടുംപാറയിലെ വീട്ടിലേക്ക് വന്നത്. മകന് 1 മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്ന് റേച്ചൽ പറഞ്ഞതായി ബന്ധുക്കൾ പറഞ്ഞു. റേച്ചൽ വർഷങ്ങളായി ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയാണ്. സംഭവത്തിൽ തൊടുപുഴ പോലീസ് മേൽനടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, തൊടുപുഴ.